look at you and it's easy to see. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വിഡ്ബിയിൽ നമ്മുടെ ഡ്രാക്കുള കോട്ടയെല്ലാം കണ്ടു. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു സെൻറ്റ് മേരീസ് ചർച്ച്, അതായത് 1110 പണി കഴിഞ്ഞ ഒരു ആംഗ്ലിക്കൻ പാരിഷ് ചർച്ച്. അപ്പം ഇത് ഗ്രേഡ് 1 ലിസ്റ്റിങ്ങിൽ ഉള്ള ഈ ബിൽഡിംഗ് ആണ്. ഗ്രേഡ് 1 ലിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണ്ട ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട്. അതിൽ ഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് ഈ സെൻറ്റ് മേരീസ് ചർച്ചും. ഇത് 1954 ഗ്രേഡ് 1 ബിൽഡിംഗ് ആയിട്ട് ഇതായത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഗ്രേവ് യാർഡുണ്ട്. അപ്പം ഈ ഗ്രേവ് യാർഡിലാണ് നമ്മുടെ ഡ്രാക്കുളയുടെ ഗ്രേവ് യാർഡും ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഡ്രാക്കുളയുടെ ഗ്രേവ് യാർഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഡ്രാക്കുളയുടെ ഗ്രേവ് യാർഡ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികം മാത്രമാണ്, അങ്ങനെ ഒരു ഗ്രേവ് യാർഡ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത് ഈ ഗ്രേവ് യാർഡിലാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇതും കാണാൻ വരുന്നുണ്ട്. പിന്നെ ചർച്ചിൻ്റെ അകത്ത് കുറച്ച് റിനോവേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്. അതുകൊണ്ട് രണ്ട് സൈഡും അവരിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ഞങ്ങൾ ചർച്ചിൻ്റെ അകത്തോട്ട് പോയി. പൂജയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഈ ചർച്ചിനകത്തും അവർ കുറച്ച് ബുക്സും അല്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സെല്ല് ചെയ്യാൻ, ചർച്ചിൻ്റെ മോഡൽ സുവനീറും ഒക്കെ. അപ്പോൾ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആയിട്ട് വരും ഇത്. അവിടുന്ന് ഏകദേശം 199 സ്റ്റെപ്സ് ഉണ്ട് താഴോട്ട്, അതായത് നമ്മുടെ നോർത്ത് സീ ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട്. അവിടെ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ മൊത്തം ഈ പെലിക്കൻ ബേർഡ്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ഇടയ്ക്ക്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കുറേ പേര് ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു 3D വ്യൂ. നല്ല കാറ്റുമായിരുന്നു ഏരിയയിൽ. അവിടെ സീ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ സെൻറ്റ് മേരീസ് ചർച്ചും നമ്മുടെ വിഡ്ബി ആബയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് പോകുന്നത് റോബിൻഹുഡ് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ്. ഇതിന് കുറച്ചടുത്ത് തന്നെയാണ്. ഒരു 3-4 മൈൽസ് മാറി. അപ്പോൾ ഞങ്ങളിത് റോബിൻഹുഡ് ബേയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോബിൻഹുഡ് ബേ എന്ന് പറയുന്നതും ഭയങ്കര പുരാതന ഒരു വില്ലേജാണ് ഇവിടുത്തെ. ഇത് ഓൾഡ് ഫിഷിംഗ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് ഭയങ്കര ഫാൻറ്റാസ്റ്റിക് പ്ലേസ് ആണ്. നമ്മുടെ ഫാമിലീസിനും പിന്നെ ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീച്ചസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് കഫേസ്, പബ്സ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട് ഷോപ്പിങ്ങിനായിട്ട്. അതായത് കൊച്ചു കൊച്ചു ഈ ആർട്ടിഫാക്ട്സും അങ്ങനത്തെ സംഭവങ്ങളുമൊക്കെ. അപ്പം കുറച്ചുകൊണ്ട് ഇത് താഴോട്ട് നടക്കാനായിട്ട് ഭയങ്കര നാരോ സ്ട്രീറ്റാണ്. അപ്പം അങ്ങോട്ട് കാറും വണ്ടികളൊന്നും പോകത്തില്ല. അപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു പോകാൻ. അപ്പം നടന്നു പോകുന്ന വഴിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാരോ പാസേജ് പോലെയാണ്. അപ്പോൾ മെയിൻലി ഇവിടെ ഫേമസ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത് കുറേ പെയിൻറ്റിങ് വർക്ക്ഷോപ്സ് ഉണ്ട്, അതായത് ലൈവ് മ്യൂസിക്സ് ഉണ്ട്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഫോസിൽ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുന്ന് ഒരുപാട് ഫോസിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ സൈക്ലിങ്ങും ഹോഴ്സ് റൈഡിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആക്ച്വലി ഈ റോബിൻഹുഡ് ബേ എന്ന് പറയുന്ന സ്ഥലം റോക്സും ഫോസിൽസും ഒക്കെ കണ്ടുപിടിച്ച സ്ഥലമാണ്. അതായത് ലോവർ ആൻഡ് മിഡിൽ ജുറാസിക് പീരീഡ്, അതായത് അറൗണ്ട് 200 to 160 മില്യൺ ഇയേഴ്സ് അഗോ നമ്മുടെ ജുറാസിക് പീരീഡിൽ ഒക്കെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്. അതേപോലെ തന്നെ ഐസ് ഏജ്, അതായത് 20,000 ഇയേഴ്സ് അഗോയിൽ ഐസ് ഏജിലൊക്കെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ UK ആണ് ടു ഫൈൻഡ് ഫോസിൽസ്, ഇൻക്ലൂഡിങ് ഈ അമോണേറ്റ്സും ഒക്കെ.
അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ മ്യൂസിയം ഉണ്ട്, അതായത് നമ്മുടെ ഡൈനോസറിൻ്റെ ഫോസിൽസും ഒക്കെ ഉള്ള മ്യൂസിയം ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ പോയ ടൈമിൽ മ്യൂസിയം അടച്ചിട്ടേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷേ ഗ്ലാസ് വിൻഡോയിൽ കൂടെ നമുക്കിങ്ങനെ കാണാമായിരുന്നു ഫോസിൽസൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളിത് ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ നടക്കുവാണ്. ആക്ച്വലി ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള റോഡായിരുന്നു. സൈഡിൽ കൂടെ ഇങ്ങനെ വോക്ക് വേയുടെ അവിടെ സ്റ്റെപ്സും ഉണ്ട്. അതല്ലാതെ നമുക്ക് റോഡിൽ കൂടെ നടക്കാം, കാരണം വണ്ടിയൊന്നും പോകുന്ന റോഡല്ല, മെയിൻലി വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ കുറേ ഹാൻഡ് മെയ്ഡ് തിങ്സും അല്ലാത്ത ജ്വല്ലറീസും പിന്നെ ചെറിയ സ്കാർഫ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇവിടെ ഫസ്റ്റ് എവിഡൻസ് ഓഫ് മാൻ, ഈ ഏരിയയിൽ ഫസ്റ്റ് എവിഡൻസ് ഓഫ് ഹ്യൂമൻസ് കണ്ടുപിടിച്ച അറൗണ്ട് 3000 years എഗോ ആണ്. അതായത് നമ്മുടെ ബ്രോൺസ് ഏജിൻ്റെ ആ സമയത്ത്. പിന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോബിൻഹുഡ് ബേ ഭയങ്കര സ്മഗ്ലിങ്ങിനും ഭയങ്കര ഫേമസ് ആണ്. അതായത് ഇത് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് സ്മഗ്ലിങ്ങിന് ഇത് ഭയങ്കര ഫേമസ് ആണ്. അതായത് 1700 to 1800 ആ കാലഘട്ടത്തിലാണ് കൂടുതലും സ്മഗ്ലിങ്ങും ഇതുമൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ 1800 തൊട്ട് ഫിഷിംഗ് ഇൻഡസ്ട്രിയും ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡായി ഇവിടെ. അപ്പോൾ ഫിഷിങ്ങിനും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ മെയിൻലി ഫോസിൽസ്, പിന്നെന്താ ഫിഷിംഗ്, പിന്നെ സ്മഗ്ലിംഗ്, ഇതിനൊക്കെ ഫേമസ് ആണ് റോബിൻഹുഡ് ബേ. നിങ്ങൾ നോർത്ത് യോർക്ക് ഷോറിൽ എന്തെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വിഡ്ബി ബേ, പിന്നെ നമ്മുടെ സ്കാർബോറോ സംഭവം, പിന്നെ സോൾട്ട്ബേൺ ബീച്ച്, ഇതെല്ലാം ഇവിടുത്തെ ഹിസ്റ്ററി ഇറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം ജ്വല്ലറി ഷോപ്സാണ് നിങ്ങൾ കാണുന്നത്. സിൽവർ ജ്വല്ലറി ഇവിടെ കണ്ടാനുണ്ട്. അപ്പം സിൽവർ ജ്വല്ലറി ഷോപ്സാണ്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പബ്സും ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡൈനോസറിൻ്റെ ഫോസിൽ മ്യൂസിയം. ഇവിടെ കുറേ ഫോസിൽസ് നമുക്ക് കാണാം ഇങ്ങനെ. ആക്ച്വലി എൻട്രി ഫ്രീ ആയിരുന്നു, പക്ഷേ അതിൻ്റെ ടൈമിംഗ് ഇവിടെ മിക്കതും ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ്സിലൊക്കെയാണ് ഇവർ ഫുൾ ടൈം ഓപ്പൺ ആക്കി വെക്കേണ്ടത്, അറിയില്ല. പിന്നെ കുറച്ച് ക്യാൻഡി ഷോപ്സും അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബീച്ച്. അപ്പോൾ ഈ ബീച്ചിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, കാരണം ഇത് ക്ലിഫിന് അടുത്തായതുകൊണ്ട് ഇത് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. ഇവിടെ ടൈഡ്സ് എപ്പോഴാണ്, നമുക്ക് ടൈഡ്സിൻ്റെ ടൈമിംഗ് ഒന്നും പറയാൻ പറ്റില്ല. അവർ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഹൈ ടൈഡ്സ് വരുന്ന ഏരിയ ആണ്, ബി കെയർഫുൾ. അപ്പം ആൾക്കാരൊന്നും അധികം അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. അതുമല്ല അതിങ്ങനെ സ്ലാൻഡിങ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആണ്, സ്ലിപ്പറി ആണ്, നല്ല ഹൈ ടൈഡ്സും ആണ്. ഇപ്പോൾ നമ്മളവിടെ മാറി നിന്നിങ്ങനെ നോക്കിയതേ ഉള്ളൂ, നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ അല്ലാത്ത ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയ സമയത്ത് ടൈഡ്സ് ഇച്ചിരി ജാസ്തി ആയതുകൊണ്ട് അധികം എൻ്റർടൈൻ ചെയ്യുന്നില്ലായിരുന്നു ആ സമയത്ത്. കുട്ടികളൊക്കെ അവിടെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. അവിടെ ഒരു ടണൽ കാണായിരുന്നു. മേ ബി സ്മഗ്ലിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ ഉണ്ടായിരുന്നായിരിക്കും. ഇത് ഭയങ്കര ഓൾഡസ്റ്റ് ഒരു വില്ലേജാണ് ഇവിടുത്തെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.